ഓക്കെ, നമുക്ക് AC 3C ഒന്ന് നോക്കിയാലോ. അത് നമ്മുടെ ഹോസ്പിറ്റലിൽ പലപ്പോഴും പേഷ്യൻറ്റിനെ ട്രാൻസ്ഫറോ റെഫറൽസോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അതെങ്ങനെ ചെയ്യണമെന്നതാണ് ഈ സിയിൽ പറയുന്നത്. ഒരു വളരെ നിസ്സാരമായി ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു കാര്യമല്ലത്. ഒരു സാധാരണ ഒരു ഫർദർ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു സെൻറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ നമ്മൾ ആ പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ ഒരു ട്രോമ ടെക്നീഷ്യനോ എമർജൻസി ടെക്നീഷ്യനോ ഒരു നേഴ്സോ എക്സ്പീരിയൻസ്ഡ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു ടെക്നിക്കൽ പേഴ്സൺ അസിസ്റ്റ് ചെയ്യണം ആ ട്രാവലിൽ. ഇനി ആ പേഷ്യൻ്റ് ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോവാണ്. അൺസ്റ്റേബിൾ കണ്ടീഷനാണ്, സിങ്കിങ് കണ്ടീഷനിലാണ്. അങ്ങനെ ഒരു അൺസ്റ്റേബിൾ കണ്ടീഷനിലൊരു പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു ഡോക്ടർ അസിസ്റ്റ് ചെയ്യണം കൂട്ടത്തിൽ ആ ട്രാവലിൽ. നമുക്ക് കേൾക്കുമ്പോൾ ഇത് പ്രാക്ടിക്കൽ അല്ലാന്ന് തോന്നും, പക്ഷേ നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം ഈ ഹോസ്പിറ്റലിൽ എന്താ? ഒരു ജീവനെ രക്ഷിക്കാൻ കഴിയുക എന്നതാണ്. അവിടെ ഒരു ആംബുലൻസിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആംബുലൻസ് ഡ്രൈവർക്ക് ഉള്ള ട്രെയിനിങ്ങും നോളജും അവരുടെ ഒരു അൺസ്റ്റേബിൾ കണ്ടീഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയതായിരിക്കണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു പേഷ്യൻറ്റിനെ ഒരു CTO MRIയോ എടുക്കാനായിട്ട് ഒരു ഡയഗ്നോസിസ് സെൻറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമായിരിക്കും. അത് പോയിങ്ങ് വരുമല്ലോ എന്ന് വിചാരിക്കാൻ പറ്റില്ല നമുക്കവിടെ. ആ പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഒരു ടെക്നീഷ്യൻ പോകണോ ഒരു ഡോക്ടർ തന്നെ കൂടെ പോകണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. AC 3C. During transfer or referral of that patient, accompanying staff appropriately should be selected for the condition of the patient. അത് നമുക്ക് അവിടെയാണ് ആ ടെക്നീഷ്യൻ ഒരു ട്രോമ കെയറിൽ എക്സ്പീരിയൻസ്ഡ് ആണോ എമർജൻസി കെയറിൽ എക്സ്പീരിയൻസ്ഡ് ആണോ, ഇനിയിപ്പോൾ പേഷ്യൻ്റ് വളരെ അൺസ്റ്റേബിൾ ആണെങ്കിൽ ഡോക്ടർ തന്നെ പോകണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് AC 3C ഒബ്ജക്റ്റീവ് എലമെൻറ്റ് ആ റെഫറൽ ടൈമിൽ എങ്ങനെയാണ് ഒരാളിനെ വിടേണ്ടത് എന്നുള്ള തീരുമാനമെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്.